ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നാടൻ മത്തി വാഴയിലയിൽ ഒന്ന് പൊള്ളിച്ച് നോക്കിയാലോ. എന്താ ടേസ്റ്റ് ഒന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. നല്ല കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ അരച്ച് നല്ല അടിപൊളിയായിട്ട് എങ്ങനെയാണ് പൊള്ളിക്കുന്നതെന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഇന്ന് നമുക്ക് ഇച്ചിരി മത്തി വാഴയിലയിലൊന്ന് പൊള്ളിക്കാവേ. അതിന് വേണ്ടിയിട്ട് ഞാനിത് 1 കിലോ നല്ല മത്തി കഴുകി ക്ലീനാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 സ്പൂൺ കുരുമുളക്, ഒരു 2 തണ്ട് കറിവേപ്പില, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ പെരിഞ്ചീരകം, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഇഞ്ചി, ഇത്രയും സംഭവമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മത്തി വാഴയില പൊള്ളിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതെങ്ങനെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത് നമുക്ക് നോക്കാവേ. മിക്സി ജാറിനകത്തേക്ക് നമുക്ക് ഇതെല്ലാം കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മസാല എല്ലാം കൂടെ അരയ്ക്കാനായിട്ട് നമ്മൾ മിക്സിക്കകത്തേക്ക് ഇട്ടു. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മൾ അതിനകത്തേക്ക് ഒരു സ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുവാണേ. സ്പൂണ് വിനാഗിരി ഒഴിച്ചു. ഇനി നമ്മൾ അതിനകത്തേക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കും. ഇത്രയും കൂടെ വെച്ചാണ് നമ്മളിത് അരച്ച് നമ്മൾ മസാല ഉണ്ടാക്കും നമ്മുടെ മീൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുണ്ട്. അപ്പോൾ നമ്മളിതിനകത്ത് വെള്ളം ചേർക്കുന്നില്ല. ആ എണ്ണയും നമ്മുടെ വിനാഗിരിക്കകത്ത് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. നമ്മൾ അരച്ച് വെച്ച അരപ്പ് നമുക്ക് ഈ പാത്രത്തിലേക്ക് നമുക്കിടാം. ഇതുപോലെ ഒട്ടും വെള്ളമില്ലാതെ വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ പെരിഞ്ചീരകം ഇതിനകത്തേക്ക് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മത്തിക്ക് ഒട്ടും ഉളുമ്പില്ല. നല്ല രുചിയാണ് നമ്മുടെ മീൻ പൊള്ളിച്ചെടുക്കും പെരിഞ്ചീരകം ചേർത്ത് കഴിഞ്ഞാൽ. ഒത്തിരി ഒന്നും ഓവറായി കഴിഞ്ഞാൽ കൊള്ളില്ല. അതാ കറക്റ്റ് കണക്കിനുള്ളത് ചേർത്താലും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം എല്ലാം അരച്ച് റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ അരപ്പിനകത്തേക്ക് നമ്മൾ പെരിഞ്ചീരകം ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മത്തിക്കൊരു ഉളുമ്പോ ഒന്നും ഉണ്ടാകില്ല. നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും നമ്മുടെ മത്തി വറക്കുമ്പോൾ. അതെങ്ങനെ ഈ വാഴയില പൊള്ളിക്കണമെന്നില്ല, എങ്ങനെ ആകുമ്പോഴാണെങ്കിലും നമ്മൾ ഇച്ചിരി പെരിഞ്ചീരകം ചേർത്ത് വറുത്താൽ നല്ലതാണ്. അപ്പോൾ ഇത് കുഞ്ഞായിട്ട് വരയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മത്തി വത്തയിലേക്ക് ഈ അരപ്പ് നമ്മുടെ മത്തിയിലെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിച്ച് നന്നായിട്ട് നമുക്ക് തേച്ച് പിടിപ്പിച്ചൊരു 15 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാവേ. അപ്പോഴേ നമ്മുടെ ഈ ഉപ്പും മുളകും മസാലയും എല്ലാം കൂടെ നമ്മുടെ മത്തിക്കകത്തേക്ക് ഒന്ന് പിടിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്കിത് മൊത്തം ഒന്ന് പുരട്ടിയെടുക്കാം. അപ്പോൾ നമുക്കിത് ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അത്യാവശ്യം നമുക്ക് ഉള്ള എരിവുണ്ട്, നമ്മൾ വിനാഗിരി ചേർത്തുള്ള ചെറിയൊരു പുളിയുണ്ട്, ഉപ്പുണ്ട്, എല്ലാം ഉണ്ട്. ഇനി നമ്മളിതിനകത്ത് പ്രത്യേകിച്ച് ഇനി എണ്ണയൊന്നും ചേർക്കുകയൊന്നുമില്ല. അപ്പോൾ നമ്മൾ 1 സ്പൂൺ എണ്ണ ഒഴിച്ചാണ് നമ്മളിത് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ആ ഉപ്പും മുളകും മസാല എല്ലാം മത്തിയാലൊന്ന് പിടിക്കട്ടെ. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് നമ്മുടെ മത്തി വാഴയില പൊള്ളിക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല പാത്രമൊന്നും എടുക്കേണ്ട, അത് ഓട്ടുപറ പോലെ വറുന്നു പോകും. അതുകൊണ്ട് നമ്മളിങ്ങനെ നമ്മൾ ഉപയോഗിക്കാത്ത പാത്രം അല്ലെങ്കിൽ നമ്മളിങ്ങനെ എന്താ പറയുന്നത് ഇങ്ങനെ ഈ ആവശ്യമില്ലാത്ത പാത്രമൊക്കെ വേണം എടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മളിത് നല്ല നോൺ സ്റ്റിക്ക് പാത്രമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇതായി പോവേ. ഞാനിതൊരു പഴയ ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഒരു കഷ്ണം വാഴയില വെച്ച് കൊടുത്തു. ഇനി നമ്മൾ ഈ തിരുമ്മി വെച്ചിരിക്കുന്ന മത്തി നമുക്ക് ഓരോന്നോരോന്നോരോന്ന് ഇങ്ങനെ കൊണ്ട് അടുക്കി വെക്കാവേ. നമ്മളതെല്ലാം അരച്ച് തേച്ച് വെച്ചിട്ടൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഒരെണ്ണത്തിനകത്ത് നമുക്ക് പൊള്ളിച്ചെടുക്കാം. അതിനകത്ത് ഒരു മീൻ വേറെ ഒരെണ്ണം കൂടി ഉണ്ട്, അതുകൂടെ വെച്ചേക്കാം. ഇനി ഇത് നമുക്ക് അടുപ്പിലേക്ക് വെക്കാവേ. ഇതെങ്ങനെ നമ്മുടെ മത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മേളിൽ ഒരു വാഴയില ഇട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒന്ന് മൂടി കൊടുത്തോണ്ട് നമ്മുടെ മത്തി നമ്മൾ പൊള്ളിക്കാൻ വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം. അതുകൊണ്ടോ ആ മത്തിയുടെ നല്ല നെയ്യുള്ള മത്തിയാണ്. മത്തിയുടെ നെയ്യെല്ലാം കൂടെ തെളിഞ്ഞ് നോക്കി നല്ല അടിപൊളിയായിട്ട് അതിനകത്തൂടെ കണ്ടോ തിളച്ച് വരുന്നുണ്ട്. ഇത് മതി. ഇത് നമുക്ക് ചെറിയ തീയ വെച്ച് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് മൊരിഞ്ഞ് വരും. ഒരു സൈഡ് നമുക്ക് പൊള്ളി വെച്ചിട്ട് പിന്നെ നമുക്കൊരു സൈഡൊന്നും ഒരു പാത്രം വെച്ചിട്ട് ഞാൻ തിരിച്ചിടാം. അല്ലെങ്കിൽ പിന്നെ നമുക്കങ്ങനെ മറിച്ചിടാൻ പറ്റിയോ നോക്കട്ടെ. അതിനകത്ത് തന്നെ മറിച്ചിടാൻ പറ്റുമോ എന്ന്. അത്രയും നെയ്യുള്ളതുകൊണ്ട്. അപ്പോൾ നമുക്കിനി ഒന്നുകൂടെ അടച്ചു വെക്കാം. ഇത് നമ്മുടെ വാഴയിലേക്കകത്ത് പൊള്ളിക്കാൻ വെച്ച് മീനിൻ്റെ അവസ്ഥ കണ്ടില്ലേ. എണ്ണ തെളിഞ്ഞ് നെയ്യ് തെളിഞ്ഞപ്പോൾ ഇനി നമുക്കിതൊന്ന് മറിച്ചിടാവേ.
ഇത് നമ്മുടെ മീൻ ഇതൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഇതിനകത്തേക്ക് ഇങ്ങനെ മറിച്ചൊന്ന് കമത്തി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് മറിച്ചിടാവേ. ഇതിങ്ങനെ നമ്മൾ മറിച്ചിട്ടുകൊണ്ട് നമ്മുടെ മീനിൻ്റെ ഒരു സൈഡ് മത്തി നന്നായിട്ട് ഇതേ പൊള്ളി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്നുകൂടി ഇതുപോലെ തന്നെ ഒന്ന് മൂടി വെച്ച് നമുക്ക്. അപ്പോൾ ഇത് എങ്ങനെ നമ്മുടെ അടിപൊളി വാഴയിലെ പൊള്ളിച്ച മത്തി ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റിൽ അടിപൊളിയായിട്ട് നല്ല മണമൊക്കെയാണ് വരുന്നത്. അടിപൊളി മണമാണ്. അപ്പം നമുക്ക് ഇച്ചിരി ഒന്ന് എടുത്ത് നോക്കാം. ഇതുണ്ട്, നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ വാഴയിലക്കകത്ത് മത്തി പൊള്ളിക്കാത്തവരൊക്കെ ഇങ്ങനെയൊന്ന് പൊള്ളിച്ച്, നല്ല നെയ്യുള്ള മത്തി കിട്ടുമ്പോൾ ഇങ്ങനെയൊന്ന് പൊള്ളിച്ച് നോക്കണം കേട്ടോ. നല്ല നെയ്മത്തിയാണെങ്കിലും ഇങ്ങനെ ഇത്രയും നല്ല ടേസ്റ്റായിട്ട് വരും. നമ്മൾ എണ്ണ അങ്ങ് ഒട്ടും ഒഴിക്കാതെ അങ്ങ് തെളിഞ്ഞ് വരുള്ളൂ. ഇതുകൊണ്ട് ഇതെല്ലാം ഇതുണ്ടോ, അത്ര നെയ്യ് ഇതുണ്ട്, എണ്ണ അതുണ്ടോ, അത്രയും നെയ്യ് എത്തിന്ന് വന്ന് നല്ല സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ. അപ്പം നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, താങ്ക് യു.